ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമില്ലേ? രാവിലെ എഴുന്നേറ്റ് ചായയും പാലൊക്കെ വെച്ചു. കുട്ടിക്ക് പാല് കാച്ചി. എന്നിട്ട് പിന്നെ ചോറ്റിന് തീ കത്തിച്ചരി ഇട്ടു. പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ പയറും ഉരുളക്കിഴങ്ങും കൂടി ഉപ്പേരി വെച്ചു. പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു. അതിന് പിന്നെ ചോറൊക്കെ ഊറ്റി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഒരു ലോഡ് പാത്രങ്ങളുണ്ടാവും. വെളിയിൽ പോയിട്ട് പാത്രം കഴുകണ കാരണം ഇങ്ങനെ വട്ടയൊക്കെ കൂട്ടിയിട്ടിട്ട് കഴുകും. വട്ട നിറയുമ്പോൾ എടുത്തിട്ട് പോയി കഴുകുക ചെയ്യുക. കുട്ടികൾ പിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ പിന്നെ എണീറ്റിട്ടില്ല. ഉമ്മയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഉമ്മയും നാത്തൂനും വാപ്പയൊക്കെ ഉണ്ടേ. അപ്പോൾ നാത്തൂൻ്റെ ക്യാൻസറായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇപ്പോൾ വയറിൽ മുഴയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അവർ വരുമ്പോൾ 2 ദിവസമാവും. ഇപ്പോൾ വീട്ടിലിപ്പോൾ ഞാനും ഇക്കയും മൂത്തച്ഛനും മാത്രമേ ഉള്ളൂ, കുട്ടികളും. അത് കഴിഞ്ഞ് കുട്ടികളപ്പത്തിന് എണീറ്റ് വന്നിരിക്കണു. പിന്നെ ചെക്കനിക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ പെണ്ണ് എണീറ്റ് വന്ന് കുളിക്കാനൊക്കെ ഇത്തിരി മടി കാണിച്ചു. പിന്നെ വെള്ളം കുടിക്കാൻ തിളപ്പിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായയൊക്കെ കൊടുത്തു. പിന്നെ നൂൽപുട്ടിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കാൻ നിന്നു. വെള്ളം തിളപ്പിച്ച് വെച്ച് 1 ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ നൂൽപുട്ടിനെ എടുത്തിടുക. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നൂൽപുട്ടിനെ എടുത്തിട്ടിടുക. എന്നിട്ട് 1 മിനിറ്റ് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടപാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് നൂൽപുട്ടൊക്കെ എടുത്തിട്ട് വെള്ളം വാരിക്കതിന് ശേഷം എടുത്ത്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊക്കെ ഉണ്ട് കഴിക്കാൻ. കോഴി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ പിന്നെ ഓട്ടപാത്രമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അതങ്ങനെ ഇതിലാക്കിയിട്ട് പ്ലേറ്റിൻ്റെ മൂടി വെച്ചിട്ട് ഊറ്റിയെടുക്കുക ചെയ്തത്, ചോറ് ഊറ്റണ പോലെ. പിന്നെ കുട്ടിക്ക് ചോറൊക്കെ ആക്കി. ഇക്കാക്കും പണിക്ക് പോകാൻ വേണ്ടി ചോറാക്കി വെച്ചു. അവൾ കുറച്ചേ കഴിക്കുകയുള്ളൂ. ചിലപ്പോൾ ഉപ്പേരിയൊന്നും കഴിക്കില്ല. അതായത് ഉരുളക്കിഴങ്ങ് മാത്രം ഇത്തിരി കൂടുതലാക്കി കൊടുത്തു. പയറ് പൊട്ടും. പിന്നെ 2 ചോറാക്കി മൂടി വെച്ച് വെള്ളമൊക്കെ ആക്കി വെച്ചു. പിന്നെ അവൾക്ക് സ്നാക്സ് ആക്കി കൊടുത്തു രാവിലേക്കുള്ളത്. അങ്ങനെ സ്നാക്സ് ബാഗിൽ വെച്ചു. ടിഫിനൊക്കെ കെട്ടിയിട്ട് ബാഗിൽ വെച്ച് കൊടുത്തു. പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് താത്ത പോകുമ്പോൾ പിന്നാലെ പോവുകയാണ്. ഞാൻ സ്കൂളിൽ പോവുകയെന്ന് പറഞ്ഞിട്ട് ആരും പിന്നാലെ പോവുകയാണ്. എപ്പോഴും പോകുമ്പോഴും വരുമ്പോഴും അവനെ കൂട്ടിക്കൊണ്ടുപോകും വരികയും ചെയ്യണം. ഇവിടെ ആരുടെ അടുത്തും ഇരിക്കില്ല കൂടെ. എല്ലാവിടേക്കും പോകുമ്പോൾ എടുത്തിട്ട് പോയിട്ട് അതേ ഇതായി. എവിടെ പോകുമ്പോഴും അവനെ ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് പോയിട്ട് അവനിക്ക് അതേ ഫീലായി. പുറത്തേക്ക് പോകുമ്പോൾ ഉമ്മ ചെരുപ്പ് പറയും, ടാറ്റ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ വണ്ടി വന്ന് അവനെ കൂട്ടി.
ഓട്ടോ ടാക്സിയാണ്. അതിന് പിന്നെ കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. ഞാനും കഴിച്ചു. ഞാൻ പഴമൊക്കെ കഴിക്കാം. നൂൽപുട്ട് അങ്ങനെ കഴിച്ചു.